ലോകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പദങ്ങളിലാണ് ജൂതമതം അഥവാ ജുദായിസവും സയനിസവും. ഇത് രണ്ടും ഒന്നാണോ? എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ? എല്ലാ ജൂതന്മാരും പലസ്തീനികൾക്ക് എതിരാണോ? അല്ലയോ? ജുദായിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3500ഓളം വർഷം പഴക്കമുള്ള ലോകത്തെ ഏറ്റവും പുരാതനമായ ഏകദൈവ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ്. ജൂതന്മാരിപ്പോ അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും അവരുടെ സംസ്കാരങ്ങളും എല്ലാം തന്നെ ഈ ജൂതമതവുമായി ബന്ധപ്പെട്ടാണ്. സയനിസം എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 19ാം നൂറ്റാണ്ട് അവസാനത്തോടുകൂടി യൂറോപ്പിൽ രൂപം കൊണ്ട ജൂതന്മാർക്ക് സ്വന്തമായി ചരിത്രപരമായ അവരുടെ മാതൃഭൂമിയിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ ജൂതമതം ഒരു വിശ്വാസവും സയനിസം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുമാണ്. എല്ലാ ജൂതന്മാരും സയനിസ്റ്റുകളല്ല, സയനിസത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ജൂതന്മാരുമല്ല. ഇനി സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ എല്ലാ ജൂതന്മാരും പലസ്തീൻ വിരോധികളാണോ, അല്ലെങ്കിൽ എല്ലാവരും ഇസ്രായേലിന്റെ ക്രൂരതയെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ? ലോകത്തുള്ള എല്ലാ ജൂതന്മാരും ഇസ്രായേൽ സർക്കാരിന്റെ നയങ്ങളെ അംഗീകരിക്കുന്നവരോ പലസ്തീൻ വിരോധികളോ അല്ല. യഹൂദ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലസ്തീൻ ജനതയുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഒരുപാട് ജൂത സംഘടനകളും വ്യക്തികളുമുണ്ട്. നേച്ചർ ഓഫ് കാർത്തെ, ജൂയിഷ് പീസ് ഓഫ് ഗോഡ് തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ ഇസ്രായേലിന്റെ നയങ്ങളെയും പലസ്തീൻ അധിനിവേശത്തെയും മതപരമായും ധാർമ്മികപരമായും എതിർക്കുന്ന സംഘടനകളാണ്. അതുകൊണ്ട് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ സംസാരിക്കുന്നത് ജൂതവിരോധമായി കാണേണ്ട ആവശ്യമില്ല. ധാർമ്മിക ബോധമുള്ള ജൂതമത വിശ്വാസികൾ പോലും പലസ്തീൻ അധിനിവേശത്തെയും സയനിസ്റ്റ് ഭീകരതയെയും എതിർക്കുമ്പോൾ സയനിസ്റ്റ് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് സയനിസ്റ്റുകളെക്കാൾ വികൃതമായ മനോനിലയുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്.